അവൻ്റെ മിഴികളിൽ തിര തല്ലുന്ന, അവളിൽ മാത്രം ഉടക്കി നിൽക്കുന്ന തീവ്രമായ മോഹം അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. എങ്കിലും അതവൻ പറഞ്ഞു കേൾക്കണം. അതാണ് അവൾക്ക് ഉത്തേജനം. ലേബർ റൂമിൽ കയറി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അർജുൻ കേട്ടു. ആകെ പരവേശപ്പെട്ട് വരാന്തയിൽ നിന്നവൻ കുഞ്ഞുവാവയുടെ കരച്ചിൽ കേട്ടൊന്ന് പകച്ചുപോയി. ചുമരോരം ചേർന്ന് നിന്ന് നെഞ്ചിൽ കൈ അമർത്തി പ്രാർത്ഥിച്ചു നിൽക്കുന്ന സീതയെ അവൻ നോക്കി. ആ കരച്ചിലിന് കാതോർത്ത് അവൻ ലേബർ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വാതിൽ തുറക്കപ്പെട്ടു. കുഞ്ഞുവാവയെ എടുത്തുകൊണ്ട് നേഴ്സ് പുറത്തേക്ക് വന്നു. അവൻ്റെ കുഞ്ഞു വന്നിരിക്കുന്നു. അർജുന് ആഹ്ലാദം. അർജുൻ, അവർ ചോദിച്ചു. അതെ, നേർത്ത ശബ്ദം പുറത്തു വന്നു. ബേബി ബോയാണ്. വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ അവൻ്റെ നേർക്ക് നേഴ്സ് നീട്ടിയപ്പോൾ വാങ്ങിക്കാൻ അവൻ്റെ കൈകൾ നീളുന്നില്ല. നേഴ്സ് വീണ്ടും അവൻ്റെ നേരെ നീട്ടുകയാണ്. അത്രയും പൊടിക്കുഞ്ഞിനെ അവൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. ഭയമാണോ പരിഭ്രമമാണോ തന്നെ ഇപ്പോൾ ഭരിക്കുന്നത്? അവൻ നിസ്സഹായതയോടെ സീതേച്ചിയെ നോക്കി. അവരുടെ മിഴികൾ പുതപ്പിൽ പൊതിഞ്ഞ ആ കുഞ്ഞു മുഖത്തേക്കാണ്. അവർ കണ്ണെടുക്കാതെ കുഞ്ഞിനെ നോക്കി. നേഴ്സ് ഒരു കൈകൊണ്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. മറു കൈകൊണ്ട് അവൻ്റെ വലം കൈ പിടിച്ചെടുത്തു അതിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ വിറയിൽ കൊണ്ടവൻ്റെ ദേഹം തരിച്ചു. മൂക്കിൻ തുമ്പും നെറ്റിത്തടവും വിയർത്തു. നേഴ്സ് പുഞ്ചിരി വിടാതെ അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ ഇടം കൈ സപ്പോർട്ടിനായി കുഞ്ഞുവാവയുടെ പിറകിൽ വെപ്പിച്ചു. അർജുൻ നടുങ്ങിപ്പോയി. അവൻ്റെ ശ്വാസം വിലങ്ങി. ശരീരം വല്ലാതെ മുറുക്കി പിടിച്ചു നിൽക്കുന്നു. ഈ ഒരു പരീക്ഷണം അവൻ കരുതിയതേയില്ല. ഇങ്ങനെ മസിൽ പിടിക്കേണ്ടടോ. നേഴ്സ് അവൻ്റെ ഉയർന്നു നിൽക്കുന്ന തോളിൽ തൊട്ട് റിലാക്സ് ചെയ്യിപ്പിച്ചു അവനെ നേരെ നിർത്തി. കുഞ്ഞിനെ ഒന്ന് ആസ്വദിച്ച് കാണാൻ വേണ്ടി അർജുൻ സീതയുടെ കൈകളിലേക്ക് കൊടുക്കാൻ തുനിഞ്ഞപ്പോഴുണ്ട് നിറഞ്ഞ മിഴികളോടെ ഒരു ആർത്തിയോടെ വീൽചെയറിൽ അങ്ങോട്ട് വരുന്ന നിതാമ. കൂടെ മോഹനുമുണ്ട്. അർജുൻ പതിയെ കുഞ്ഞിനെ നിതയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ശ്വാസമെടുത്ത് വലിച്ചു നെഞ്ചിലേക്ക് ഊതിവിട്ടു. ഇത്രയും നേരം അവൻ അനുഭവിച്ച പിരിമുറുക്കം നിത കുഞ്ഞുവാവയെ കൊതുതീരെ കാണുകയായിരുന്നു. മോഹൻ ആ ചുരുട്ടിപ്പിടിച്ച കുഞ്ഞു കൈകളിൽ ചൂണ്ടുവിരൽ കൊണ്ട് നിവർത്തിവിട്ടു. അതിനുള്ള ധൈര്യമേ ആൾക്കുള്ളൂ. നിത മുഖമുയർത്തി സീതയെ നോക്കി. സീത വീണ്ടും വീണ്ടും നിറയുന്ന മിഴികളെ തുടച്ചുകൊണ്ടേയിരുന്നു. അവർ കാഴ്ച വ്യക്തമാക്കി കുഞ്ഞിനെ കാണുകയാണ്. ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ കഴിയാത്ത ആ സ്ത്രീയുടെ മനസ്സിൻ്റെ വേദന നിതക്കല്ലാതെ മറ്റാർക്ക് മനസ്സിലാകും? സീത തലകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ കൊതിയോടെ വന്നവർ കുഞ്ഞിനെ എടുത്തു. ഇനി ആ കുഞ്ഞല്ലേ ആ രണ്ടമ്മമാരുടെ ലോകം? ഇങ്ങ് തരൂ, കുഞ്ഞിന് പാല് കൊടുക്കണം. നേഴ്സ് സീതയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. നയനക്ക് എങ്ങനെയുണ്ട്? കുഞ്ഞിനെ ഒന്ന് തൊട്ടുകൊണ്ട് അർജുൻ ചോദിച്ചു. ഷീസ് ഫൈൻ. ഉടനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നേഴ്സ് ആ വാതിൽ കടന്നു. എനിക്ക് കാണണം. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പോരെ? പോരെ, ഇപ്പം കാണണം. അർജുൻ്റെ സ്വരത്തിൽ സങ്കടം സ്ഫുരിച്ചു. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാം. ആ പോയ നേഴ്സ് തന്നെ തിരികെ വന്നു അവനെ നയന കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. നയനയുടെ പ്രസവ സമയത്ത് കൂടെയുണ്ടാകാൻ ബർത്ത് സ്യൂട്ട് എടുക്കാമെന്ന് നിതാമ നിർബന്ധപൂർവം പറഞ്ഞിരുന്നു. പക്ഷേ തൻ്റെ ഉള്ളിലെ ഭീരുത്വം ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന പേടിയായിരുന്നു അർജുന്. ആ മുറിക്കുള്ളിലെ കാഴ്ചകൾ നേരിടാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം അവൻ ആ തീരുമാനം മാറ്റിപ്പിച്ചു. ബെഡിൽ മലർന്ന് കിടപ്പുണ്ട് നയന. ചുറ്റും നഴ്സുമാരും ഡോക്ടറും. അവളുടെ കണ്ണിന് ചുറ്റും കണ്ണീർ വീണ് ചാല് തീർത്തിട്ടുണ്ട്. അവർ എന്തൊക്കെയോ അവളെ ചെയ്തെന്നൊരു തോന്നൽ. എല്ലാം ഓക്കെ അല്ലേ? എന്നാൽ അവർ സംസാരിച്ചോട്ടെ. ഡോക്ടർ നഴ്സിനോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിനക്ക് ശരിക്കും നൊന്തല്ലേ? അവൻ കരയുകയാണോ? ഞാൻ അവനെ മിഴികൾ ഉയർത്തി നോക്കി. അർജുനേട്ട, എന്താ ഇങ്ങനെ? അവൾ കൈനീട്ടി അവൻ്റെ കവളിൽ വെച്ചു. ഇത്ര കാലത്തിനടുക്ക് അവൾ കാണാത്ത അർജുൻ്റെ ഭാവം. ഈ ഒരു നിമിഷം വരെ ഞാൻ അനുഭവിച്ച സമ്മർദ്ദം, നിന്നെ ഓർത്ത്, നമ്മുടെ കുഞ്ഞിനെ ഓർത്ത്. അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ തുടുത്ത കവളിലൂടെ ഒലിച്ചിറങ്ങി ചെറുതാടി രോമങ്ങളിൽ ഒളിച്ചു. എൻ്റെ പൊന്നു പെണ്ണേ,
ഇനി വേണ്ട, നമുക്ക് ഈ ഒറ്റ ഒരെണ്ണം മതി. നിർത്തി അർജുൻ, നിർത്തി. വയ്യ ടെൻഷൻ അടിച്ച് മരിക്കാൻ. അവൻ തല കുടഞ്ഞു. നിർത്തേ, അത് പറ്റില്ല കേട്ടോ, എനിക്ക് 3 പിള്ളേർ വേണം. തളർന്ന മുഖത്ത് തെളിഞ്ഞ കുറുമ്പ് അർജുൻ അതിശയത്തോടെ ഒറ്റപ്പുരികമുയർത്തി നോക്കി. പ്രസവാനന്തര ശുശ്രൂഷകൾ പൊടി പൊടിക്കുകയാണ്. കൂടെ അർജുനും മോഹനും കുഞ്ഞിനെ എടുക്കാനുള്ള പ്രാക്ടീസ്. നയനയെയും വാവയെയും നോക്കാൻ വീട് നിറയെ എന്തോരം ആളുകളാണ്. പോരാത്തതിന് നയനയുടെ നാട്ടിൽ നിന്ന് കോശിയും ത്രേസ്യയും കുഞ്ഞുമോളും വന്നിട്ടുണ്ട്. ഒപ്പം തോമസും കുടുംബവുമുണ്ട്. ഇതിനിടയിൽ നല്ലൊരു ദിവസം നോക്കി കുഞ്ഞിൻ്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങും നടത്തി. അഭയ് അർജുൻ. ഉണ്ണിമോൻ എന്ന വിളിപ്പേരുമുണ്ട്. അത് നിതാമയുടെ കൊതി കൊണ്ടിട്ടതാ. അർജുൻ ആ പേരിനോട് മുഖം തിരിപ്പാണെങ്കിലും എല്ലാവരും വിളിച്ചു വിളിച്ച് അവൻ്റെ നാവിലും ആ പേരേ വരുന്നുള്ളൂ. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. സീത കാലിൽ കിടത്തി ഉണ്ണിമോനെ കുളിപ്പിക്കും. അവൻ്റെ ആ കുളിയും അതിനു മുമ്പുള്ള മഞ്ഞൾ തേച്ച് കിടപ്പും കാണാൻ കുറേ കാഴ്ചക്കാരുണ്ടാകും. സീത ഉണ്ണിമോനെ കുളിപ്പിക്കുന്നത് നോക്കിയിരിപ്പാണ് നിതയും മോഹനും. എന്താ മോഹനേട്ടാ, പ്രവചനം അങ്ങോട്ട് തെറ്റിയല്ലോ. അർജുന് പെൺകുഞ്ഞാകുന്നു, അവൻ്റെ ഉള്ളിലെ ചെകുത്താനെ പൂട്ടുമെന്നൊക്കെ വീമ്പ് പറഞ്ഞിരുന്നല്ലോ. നിത മോഹനോട് പതുക്കെ ചോദിച്ചു. അവനെ പൂട്ടാൻ ഒരു പെൺകുഞ്ഞും വേണ്ട, ആ മാലാക തന്നെ മതിയെന്ന് ദൈവത്തിന് തോന്നിക്കാണും. ഉത്തരം മുട്ടാതെ മോഹൻ പറഞ്ഞു. അത് നേരാണെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു കുറച്ചപ്പുറം മാറിയുള്ള കാഴ്ച. കുളിച്ചു നനഞ്ഞ മുടിയുമായിരിക്കുന്ന നയനയുടെ പിറകിലിരുന്ന് ടവൽ കൊണ്ട് അവളുടെ മുടി മെല്ലെ ഒപ്പിയെടുത്തുകൊണ്ട് അർജുൻ. ഇടയ്ക്കിടെ അവളുടെ വെളുത്ത തുടുത്ത വയറിൽ അവൻ പിച്ചുന്നുണ്ട്. അതിനവൾ അവൻ്റെ കയ്യിൽ തല്ലുന്നുണ്ട്. അവരുടെ ലോകത്തപ്പോൾ പ്രണയവും ചെറിയ പിണക്കങ്ങളും തമ്മിലൊരു ചെറിയ മത്സരം നടക്കുകയായിരുന്നു. അവൻ നുള്ളുമ്പോഴെല്ലാം നയനയുടെ ചുണ്ടിൽ വിരിയുന്ന ആ ചിരിയും കണ്ണുകളിൽ തെളിയുന്ന നാണവും അർജുന് ഇനിയും കൊതി തീർന്നിട്ടില്ലാത്ത, മതി വരാത്ത പെണ്ണിൻ്റെ ഇനിയും മങ്ങലേറ്റിട്ടില്ലാത്ത നാണം. ഉണ്ണിമോനെ തൊട്ടിലിട്ട് ആട്ടിയാലൊന്നും അവനുറങ്ങില്ല. തോളിലിട്ട് താരാട്ട് പാടി റൂമാകെ ചുറ്റി വേണം ഉറക്കാൻ. അതും നയന തന്നെ ചെയ്യണം, എങ്കിലേ രാജകുമാരൻ ഉറങ്ങൂ. നയന ഉണ്ണിമോന് വേണ്ടി പാടുന്ന താരാട്ട് കേട്ട് ഒരുവൻ ഉറങ്ങാതെ കിടക്കുന്നുണ്ട്. അതും വലിയ കണ്ണുകൾ വിടർത്തി. അവൾ പാടുന്നതിനിടെ അവനോട് എന്താണെന്ന് മിഴികൾ കൊണ്ട് ആരായുന്നുണ്ട്. അതിനവൻ ചുണ്ടുകൾ കൂർപ്പിച്ച് അവളെ കാണിച്ചു. അവൾ മുഖം വെട്ടിച്ച് തിരിഞ്ഞുപോയി ഉണ്ണിമോനെ തൊട്ടിലിൽ കിടത്തി. എന്താണ്? അവൾ പുരികങ്ങൾ ഉയർത്തി ചോദിച്ചുകൊണ്ട് അവൻ്റെ അരികിലിരുന്നു. അവൻ്റെ മിഴികളിൽ തിര തല്ലുന്ന, അവളിൽ മാത്രം ഉടക്കി നിൽക്കുന്ന തീവ്രമായ മോഹം അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. എങ്കിലും അതവൻ പറഞ്ഞു കേൾക്കണം. അതാണ് അവൾക്ക് ഉത്തേജനം. ഇന്ന് മുടി ചീകി തന്നില്ലേ? അവൻ എഴുന്നേറ്റിരുന്നു. അവൾ അതിനൊന്ന് മൂളി. ഈ കവളിൽ തൊട്ടില്ലേ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് പതിയെ ഊതി. അവൾ മിഴികൾ പൂട്ടി. നിന്റെ വയറിൽ ഇക്കിളി കൂട്ടിയില്ലേ? അപ്പം തൊട്ട് എനിക്കെന്തോ ഒരു നിശ്വാസം പോലെ പറഞ്ഞുകൊണ്ടവൻ അവളെ പുണർന്നു. ഒരു കുഞ്ഞു മതിയെന്ന് പറഞ്ഞിട്ട് നയന അവൻ്റെ തോളിൽ ചുംബിച്ചു. കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രമാണോ ഇതൊക്കെ? പിന്നെ ബ്രേക്ക് എൻ്റെയിലല്ലേ, ഞാൻ ചവിട്ടിക്കോളാമടി പെണ്ണേ. താടിരോമങ്ങൾ ആ മുഖത്തും കവളിലും ഓടി നടന്ന് അവളെ മത്തു പിടിപ്പിച്ചു. ദേഹം ചൂട് പിടിച്ചപ്പോൾ നയന അവൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് ധൃതിയോടെ അവൻ്റെ കീഴ്ച്ചുണ്ട് നുണഞ്ഞു. അവൻ്റെ പിറകിൽ അവളുടെ വിരലമർന്നു. അർജുൻ പൂർണ്ണമായും അവളിൽ കീഴ്പ്പെട്ടുപോയി. ഒടുക്കം അവൾ മലർന്ന ആ ബെഡിലേക്ക് ചാഞ്ഞ നേരം അവളുടെ വസ്ത്രങ്ങൾ അവൻ അഴിച്ചെടുത്തു. അവളുടെ ഇരു കൈകളിൽ വിരൽ കോർത്ത് അർജുൻ ആ പെണ്ണുടൽ ആവോളം രുചിക്കായിരുന്നു. കിതപ്പും കുതിപ്പും വകവെക്കാതെയുള്ള ലയനം. അവസാനം ദേഹങ്ങൾ വേർപെട്ടപ്പോൾ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ അവരുടെ മേനികൾ കുറേ നേരം കാറ്റേറ്റു കിടന്നു. താലോലിക്കാൻ ആളുകൾ കൂടിയതോടെ ഉണ്ണിമോൻ്റെ കുസൃതികളും കൂടി. ഞാനൊന്ന് കണ്ണുരുട്ടിയാൽ പോലും എല്ലാവരും അവനെ ചേർത്ത് പിടിച്ച് അവളെ പ്രതിക്കൂട്ടിലാക്കും. തന്നെ ആരും ഒന്നും പറയില്ല എന്ന തിരിച്ചറിവ് അവനെ കൂടുതൽ വികൃതിയാക്കി. അവനെ കാണും തോറും വീണ്ടും കാണാൻ കൊതിയോടെ കുഞ്ഞുമോൾ സ്കൂളിൽ പോവാൻ മടി കാണിച്ച് നയനക്കൊപ്പം കുറച്ച് ദിവസം താമസിച്ച് തിരികെ പോവുകയും ചെയ്യും. അക്വേറിയത്തിനുള്ളിലെ മീനുകളെ കൗതുകത്തോടെ നോക്കി നിന്നവൻ സോഫയിൽ കയറി അതിലെ വെള്ളത്തിലേക്ക് കൈകൾ ആഴ്ത്തി
മീനുകളെ പിടിക്കാൻ കിണഞ്ഞു. പരിശ്രമിക്കുന്നവൻ്റെ മുതുകിൽ കുഞ്ഞൊരടി കൊടുത്ത് നയന ഒക്കത്ത് വെച്ച് കൊണ്ടവനെ കുളിപ്പിക്കാൻ മുകളിൽ റൂമിലേക്ക് പോയി. തൻ്റെ ഓഫീസ് സ്യൂട്ട് കേസ് ബെഡിൽ തുറന്നു വെച്ച് അതിൽ നിന്നൊരു പേപ്പർ കയ്യിലെടുത്ത് അർജുൻ ഉറക്കെ ചിരിക്കുന്നുണ്ട്. ഉണ്ണിമോനെ ഒക്കത്ത് വെച്ച് വന്നവൾ കാണുന്ന കാഴ്ചയാണിത്. അവനെ നെറ്റിച്ചുളിച്ച് നോക്കിക്കൊണ്ട് വാർഡ്രോബ് തുറന്ന് ഉണ്ണിമോൻ്റെ സോപ്പും ഓയിലും കയ്യിലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. കൊച്ചിൻ്റെ അമ്മയൊന്ന് നിന്നേ. അവൻ വന്ന് ഉണ്ണിമോൻ്റെ കാലിൽ തഴുകിക്കൂടെ കിട്ടിയ അവസരത്തിൽ അവളുടെ തുടുത്ത തൊടയിലും ചെയ്തു പോകും. കാരണം സീതയുടെ പ്രസവാനന്തര മിനുക്കുപണികൾക്ക് ശേഷം അവളുടെ ശരീരപുഷ്ടി വർദ്ധിച്ചു. സ്വാഭാവികം. ഇക്കിളി പൂണ്ടവൾ തുള്ളിപ്പോയി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചു. അവൾക്ക് മുമ്പേ ഉണ്ടക്കവിളാണെങ്കിലും ഇപ്പോൾ ഒന്നുകൂടെ തെളിഞ്ഞു കാണുന്നുണ്ട്. എന്താ അർജുനേട്ടാ, മോൻ കയ്യിലിരിക്കുമ്പോഴാണോ ഓരോന്ന് കാണിക്കുന്നേ? അവൾ മോനെ നിലത്തേക്ക് ഇറക്കി വിട്ടു. അവൻ അപ്പോഴേക്കും മുട്ടിലേഞ്ഞങ്ങ് പോയി. നിനക്കിപ്പോഴും ഇക്കിളി മാറിയിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല പെണ്ണേ. അവൻ നാക്കുകൊണ്ട് ചുണ്ട് നനച്ചു. അവനെല്ലാം നിസ്സാരമാണ്. വാട ഉണ്ണിമോനെ, നമുക്ക് കുളിക്കാം. അവൾ നീട്ടി വിളിച്ചതും അവൻ മുട്ടുകുത്തി ഓടി. ആ വലിയ റൂമിനകത്ത് പാവയ്ക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങൾ കൊണ്ട് തീർത്ത പ്രത്യേക ഏരിയ തന്നെയുണ്ട്. നീ ഇത് കണ്ടോ? അവൻ ഉയർത്തിപ്പിടിച്ച പേപ്പറിലേക്ക് അവൾ നോക്കി. അതൊരു മുദ്ര പേപ്പറാണ്. 3 വർഷം മുമ്പ് നിന്നെ ഒരു വർഷത്തേക്ക് റെൻറ്റിന് വാങ്ങാൻ തയ്യാറാക്കിയ കോൺട്രാക്റ്റാണിത്. എന്തൊക്കെയായിരുന്നല്ലേ? അതങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ കുലുങ്ങിച്ചിരിക്കുകയാണ്. അതിനൊപ്പം മുദ്ര പേപ്പറും കുലുങ്ങുന്നുണ്ട്. ഇതിത്ര വലിയ തമാശയോ? നയനക്ക് അരിശം തുളച്ചു കയറുന്നുണ്ട്. നയന ഒറ്റ വലിക്കത് കൈക്കലാക്കി. അവൾ പേപ്പർ ഉയർത്തിപ്പിടിച്ച കൈകൾ താഴ്ത്തിക്കൊണ്ടുവരാൻ അവളുടെ കൈമുട്ടിൽ പിടിച്ചു വലിച്ചവൻ. അവൾ പിടച്ചിലൂടെ അവിടെ നിന്ന് ഓടി. അർജുൻ പുറകെ വിട്ടു. ആ ബെഡിനെ 2 തവണ വട്ടം ചുറ്റി. ചുമരിൽ കൈ പിടിച്ച് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്ന ഉണ്ണിമോൻ ഡാഡിയുടെയും മമ്മിയുടെയും ഓടിക്കളി കണ്ട് കണ്ണ് മീച്ച് നിൽപ്പാണ്. അവൻ കുഞ്ഞുവാ തുറന്നുപോയി. അർജുൻ അവളുടെ മുടിയിൽ പിടുത്തം കിട്ടി. പിറകിൽ നിന്ന് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. അർജുൻ്റെ കൈകൾ അരക്കെട്ടിൽ മുറുകി. അവൾ തല്ലിപ്പിടക്കുകയാണ്. എങ്കിലും പേപ്പർ പിടിച്ച കൈ ഉയർത്തി പിടിച്ചു. 2 പേരും ഒരുപോലെ ബെഡിലേക്ക് മറിഞ്ഞു. അർജുൻ അവളെ അടക്കി പിടിച്ചു ദേഹത്തേക്ക് കയറി കിടന്നു. അവൻ്റെ ലക്ഷ്യം ആ മുദ്ര പേപ്പറാണ്. പിടിവലിയിൽ അതെപ്പോഴോ കീറിപ്പോയിരുന്നു. അർജുൻ കിതപ്പോടെ അവളുടെ താടയിൽ പിടിച്ചു. നയന അമ്പരന്നു പോയി. അവൻ്റെ ഭാവങ്ങൾ മാറുന്നു. മിഴികൾ തിളങ്ങുന്നു. അവൻ കൊതിയോടെ നോക്കുന്ന ഇടം, അവളുടെ പനിനീർ നിറമുള്ള അധരം. നിമിഷം നേരം കൊണ്ടവനത് വായിലാക്കിയിരുന്നു. നയന അവൻ്റെ മുഖം പിടിച്ചു തള്ളി. അവൻ മലർന്നടിച്ചു അപ്പുറം വന്ന് കിടന്നു. കുഞ്ഞ് നിൽക്കുമ്പോഴാണോ മനുഷ്യ നിങ്ങളുടെ ബോധമില്ലാതായി? കുഞ്ഞിനെ എടുത്ത് ദേഷ്യം പിടിച്ചുള്ള അവളുടെ പോക്ക് നോക്കി ചിരിയോടെ അവൻ ഇരുന്നു. വർഷങ്ങളങ്ങനെ ഇല പൊഴിയുന്ന പോൽ വീണുപോയി. ഇന്ന് അർജുൻ്റെ വീട്ടിൽ ഒരു ആഘോഷ ദിവസമാണ്. മെഡിക്കൽ എൻട്രൻസിൽ റാങ്ക് നേടി കുഞ്ഞുമോൾക്ക് വേണ്ടി അർജുൻ ഒരുക്കിയ ട്രീറ്റാണ്. ഇപ്പോൾ അവൾക്ക് മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റും കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുമോളും ഉണ്ണിമോനും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു. ത്രേസ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞുമോൾ ഉണ്ണിമോനൊരു കഷ്ണമെടുത്ത് കൊടുത്തതിന് ശേഷം ബാക്കി ത്രേസ്യക്ക് കൊടുത്തു. കണ്ണുകൾ തുടച്ചുകൊണ്ടവർ അത് വാങ്ങിക്കഴിച്ചു. കൊച്ചേ, അപ്പച്ചന് കുറച്ച് കൊടുത്താൽ മതിയേ. കുഞ്ഞുമോൾ കോശിക്ക് കേക്ക് കഷ്ണം കൊണ്ടുപോകുന്നത് നോക്കി ത്രേസ്യ പറഞ്ഞു. അവളതൊക്കെ പറയും കൊച്ചേ. ഇന്നിപ്പോൾ ഇത് കഴിച്ച് ഷുഗർ അടിച്ചു വീണാലും അപ്പച്ചൻ സന്തോഷവാനാ. അയാൾ അർജുൻ്റെ കൈകളിൽ പിടിച്ചു. അവനും ആ കൈകൾ ചേർത്ത് നെഞ്ചോട് ചേർത്തു. കുഞ്ഞുമോൾ ബാക്കിയുള്ളതും മുറിച്ചെടുത്തു നയനക്കും കൊടുത്തു. മുറിച്ചെടുത്ത കേക്ക് പ്ലേറ്റുകളിലാക്കി നിതക്കും മോഹനും സീതക്കും രാജനും കൊടുത്തു. എന്താ കൊച്ചേ കഴിക്കാതിരിക്കുന്നത്? ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടെ നിത ചോദിച്ചു. അത് കേട്ടതും കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അർജുൻ തലയുയർത്തി അവളെ നോക്കി. അവരുടെ മിഴികൾ പരസ്പരം കോർത്തു. പെട്ടെന്ന് അവൾ വാ പൊത്തി ബേസിൻ്റെ അരികിലേക്ക് ഓടിയെത്തി മുഖം താഴ്ത്തി ഛർദ്ദിച്ചു. ത്രേസ്യ ഓടിപ്പോയി അവളുടെ പിറകിൽ ഒഴിഞ്ഞു കൊടുക്കുന്നത് കാണുന്നുണ്ടെങ്കിലും അർജുന് അനങ്ങാൻ കഴിയുന്നില്ല. കഴുകിയ മുഖം തുടച്ചു വരുന്നവളിൽ തന്നെയാണ് അവൻ്റെ നോട്ടം. അവൻ പുരികക്കൊടികൾ ഉയർത്തി അവൾക്ക് മാത്രം മനസ്സിലാവുന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കീച്ചുണ്ട് കടിച്ച് ലജ്ജയോടെ അവൾ അർജുനെ നോക്കിയതും അവൻ കഴിച്ചു കൊണ്ടിരുന്ന കൈ നെഞ്ചിൽ വെച്ച് കസേര മറിഞ്ഞു താഴെ വീണിരുന്നു. എൻ്റെ 2ാം കരാറും പൊളിഞ്ഞല്ലോ. അവസാനിച്ചു.
നയനം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് പുതിയ കഥകളുണ്ട്. ഇനിയും കഥകൾ വരുന്നുണ്ട്. എല്ലാം ഞാൻ കഴിയുന്ന പോലെ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണേ.